എവരിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിനിമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ചെറിയ ചിക്കൻ കറി റെസിപ്പിയുമായിട്ടാണ്. ആദ്യം സവോള അരിഞ്ഞ് മാറ്റി വെക്കുക. ഗ്യാസിൽ അടി കട്ടിയുള്ള ഒരു ഉരുളി വെക്കുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു, ഉലുവ ഇടുന്നു, സവോള ഇടുന്നു, നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നു. നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് കളർ മാറുന്ന വരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് പഴുത്ത തക്കാളി ഒരു 2 എണ്ണം, നന്നായിട്ട് പഴുത്ത തക്കാളി 2 എണ്ണം മുറിച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഒരു 3 മിനിറ്റ് അടച്ച് വെക്കുക. അതിന് ശേഷം അപ്പേനും നന്നായിട്ട് ഇത് സെറ്റായി കാണും. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് വീണ്ടും വഴറ്റി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മളെ മസാല ചിക്കനിൽ പിടിക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഉപ്പിടുന്നു. പിന്നെ 3 മിനിറ്റ് നേരം അടച്ചു വെക്കുക. അതിൻ്റെ ഗ്രേവി എല്ലാം ചിക്കനിലേക്ക്, മസാല എല്ലാം ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ. അത് കഴിഞ്ഞ് ഇച്ചിരി നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ചിക്കൻ വേവുന്നത് വരെ 5 മിനിറ്റ് അടച്ചു വെക്കുക. ഞാനതിവിടെ ആ വീഡിയോ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് വെന്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണയും ഇച്ചിരി കറിവേപ്പ്, മല്ലിച്ചപ്പ് ഇട്ടതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കോംബോ ആയിട്ട് പുട്ടോ ചപ്പാത്തിയോ പത്തിരിയോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.